അപ്പൊ ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് അല്ലേ? അപ്പൊ ഇന്ന് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ഭീകരമായ ഒന്നീ സക്സസ് അല്ലെങ്കിൽ ഫുഡ് പോയിസൺ. അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടിലൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് തിരിക്കുന്നത്. അത് പറഞ്ഞു വന്നത് നമ്മളൊരു ക്രിസ്മസ് ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്. ഇത് നോക്കി ഇവിടെ നമ്മള് ടർക്കിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം ഇവളാണ് ഇന്നത്തെ നമ്മുടെ മാസ്റ്റർ ഷെഫ്. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളൊരു പ്രോപ്പർ ക്രിസ്മസ് ഡിന്നർ ഉണ്ടാക്കാനാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. അപ്പോൾ ഫ്ലോപ്പ് ആവുകയാണെങ്കിലും സക്സസ് ആവുകയാണെങ്കിലും നിങ്ങളെ ഞങ്ങളിന്ന് കാണിച്ചു തരാം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി കുറെ അധികം സാധനങ്ങൾ ഉണ്ടല്ലേ മേടിക്കാൻ. ഞാൻ 1-2 ഐറ്റം മേടിക്കാനുണ്ട്. ഞാൻ അതിനോട് പോയി മേടിച്ചോണ്ട് വരാം. എടി എന്തോരം സാധനം മേടിച്ചെന്ന് അറിയോ? ഒരു ലോഡ് സാധനം ഉണ്ട്. ഞാനൊന്നും എടുത്ത് പുറത്ത് വെക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ തൈമിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഡെക്കറേറ്റ് ഇല്ല, മാരിനേറ്റ് ചെയ്യാൻ തൈമിന്റെ കൂടെ റോസ്മേരിയും സാധനമൊക്കെ വേണം. അപ്പൊ അതും മേടിച്ചോണ്ട് വരാം ഞാൻ. അപ്പൊ നമ്മള് ഇതിനുണ്ട സീസണിങ് ഉണ്ടാക്കാൻ പോവാണ്. നല്ല പണം അല്ലേ? ഇത് തൈം അല്ലേ കാഞ്ചേ? തൈം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ റോസ്മേരി ഉണ്ട്, ബട്ടറുണ്ട്, പിന്നെ ഗാർലിക് ഉണ്ട്. ഈ സാധനം ഇത്ര മിനിമൽ ആയിട്ടുള്ള സാധനം. പിന്നെ പാപ്രിക്കയും ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ടല്ലേ? നമ്മൾ ഇംഗ്ലീഷുകാരല്ലല്ലോ. പിന്നെ ചേര തിന്നുന്ന നാട്ടിൽ ചെന്ന് നടുത്തുണ്ണം തിന്നണമെന്നാണല്ലോ. അപ്പൊ നമ്മൾ മാത്രമല്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, വേറെ ആൾക്കാരോട് വരുന്നുണ്ട്. ഇത്രയും പെരുത്തൊരു ടർക്കി അവിടെ ഇരിക്കുന്നു. ആണ്. എന്നിട്ട് അതിനകത്ത് 3 കിലോ 3.5 കിലോ ഉണ്ട്. ഇതെങ്ങനെ ആൾക്കാർ തിന്നു തീർക്കുമെന്ന് നമുക്കറിയത്തില്ല. അഞ്ച് ഒരു രസമില്ലാത്ത മണം. തൈം കൊള്ളാം കേട്ടോ. തൈമ് നല്ല മണം. ഇങ്ങനായിരിക്കുന്ന റോസ്മേരി. ഞാൻ UK ഇത്രയും 4 വർഷം കഴിഞ്ഞ് ഞാൻ വന്നിട്ട്, പക്ഷെ ഇതുവരെ ഞാൻ റോസ്മേരി ഉപയോഗിച്ചിട്ടില്ല. തൈമും അതെ. തൈമ് കണ്ടോ? തൈമ് കാണിച്ചുതരാം. ഇതുണ്ടോ? ഇങ്ങനെ ഇരിക്കും തൈമ് കാണാൻ. രസകരമായ സാധനം. നമുക്കത് മിക്സിക്കകത്തിലടിക്കാം. നമ്മുടെ സുജാത മിക്സിക്കകത്തിലടിക്കാം. സുജാത മിക്സി. 50 ട്യൂട്ടോറിയലിനകത്തു നിന്നുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ട്യൂട്ടോറിയലില്ല, റെസിപ്പി വീഡിയോസിനകത്ത് 50 റെസിപ്പി വീഡിയോസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തന്നെ റെസിപ്പി ഉണ്ടാക്കും അല്ലേ? ട്രസ്റ്റ് മീ. ഇനിയിപ്പോൾ അതിനകത്ത് നമ്മൾ ആ സാധനം അരച്ചെടുത്തു. പിന്നെ നമ്മൾ ബട്ടർ ഇടുകയാണ്. പാപ്രിക്ക ബട്ടറൊക്കെ കുറച്ചിട്ട ഒരു പൊടിക്ക്. കുരുമുളക് പൊടി ഫ്യൂഷൻ, ഒരു ഇന്ത്യൻ വേർഷൻ. കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ടായിരുന്നെങ്കിൽ നമുക്ക് തന്തൂരി ടർക്കി കഴിക്കായിരുന്നു. നമ്മൾ ഇംഗ്ലീഷുകാരുടെ അതേ ഒരു തനത് ശൈലിയിൽ ഉണ്ടാക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത് കേട്ടോ. നമ്മൾ അതിനകത്തുനിന്ന് മിക്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ മാൻമെയ്ഡ് അല്ലെ ഹ്യൂമൻ സ്കില്ലിൽ ഓടുവാണ് ലാസ്റ്റത്തെ. പക്ഷെ എല്ലാം ഏകദേശം അതുപോലെ തന്നെ ഒന്നല്ലേ? ഇത് പറ്റി ഇഷ്ടപ്പെടുന്നില്ല. അല്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അധികം ഇപ്പൊ ഞാനും ഇത് ആദ്യമായിട്ടുള്ള പരീക്ഷണമാണ്. നമുക്കും ഇത് അറിയത്തില്ലായിരുന്നല്ലോ ഇതെങ്ങനെ വെക്കുന്നതെന്നുള്ളത്. സോ ഇവള് ചെയ്തു വെച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടർക്കി കോഴിയുടെ തൊലിയുടെ ഗ്യാപ്പ് എല്ലാം വിടിവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഇതിലൊക്കെ തൊടാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പം അതൊക്കെ അങ്ങ് മാറി. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി കണ്ടതുണ്ടോ? അതിന്റെ ഇടയ്ക്ക് കൈ കയറി ഫ്ലേവർ കുറവാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ കണ്ടൊരു ടിപ്പാണ് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് ഇത് വെക്കാനുള്ളത്. ഓക്കേ, ഹിയർ വി ഗോ. നമ്മളിത് സ്പ്രെഡാക്കിയിട്ട് ഓടി വരാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബാലഗോപാലിനെയൊക്കെ എണ്ണ തേപ്പിച്ച് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇതെല്ലാം കെട്ടിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ സാധനം പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഹീറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റായി. ഇനഫ് ഹീറ്റായി. പിന്നെ അതോട്ട് നമ്മൾ ഒരു സ്റ്റോക്കും എല്ലാം ഒഴിച്ചിട്ടാണ് ചുരുട്ടുക. അതിനകത്ത് കയറ്റി വെക്കണമെന്നാണ്. ഇതിനകത്ത് ഈ ടർക്കിയുടെ വെള്ളം ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ അതിനെ ഒന്ന് സ്റ്റീം ചെയ്യാനോടെ വേണ്ടിയിട്ട് ഗ്രില്ലിന്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞൊരു ഓപ്ഷനാണ് ഇതുപോലത്തെ ചിക്കൻ സ്റ്റോക്ക്. മതി. അതിനകത്ത് ബാക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടേ, കാരണം അതിനകത്ത് ഓൾറെഡി ഭയങ്കര ഉപ്പാണ്. ഇത് ചിക്കൻ്റെ സ്റ്റോക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത്.
മിക്സ് ചെയ്തിട്ട് നമ്മൾ ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം ബേസിക്കായിട്ട് ഉപ്പായി കഴിഞ്ഞാൽ നമുക്കത് മതി. ഇത് വെച്ചിട്ടാണ്, ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്, നമ്മുടെ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ടർക്കി എല്ലാം സെറ്റപ്പ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനിപ്പം നമ്മൾ നേരെ ഓവനകത്തോട്ട് കയറ്റിയാണ് നമ്മുടെ അടുത്ത പരിപാടി. കലാപരിപാടികൾ ആരംഭിക്കാൻ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇനി ഒരു 3 മണിക്കൂർ ലോട്ട് ഓഫ് ടൈം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കുള്ള അപ്ഡേറ്റുകൾ കാണിക്കാം കേട്ടോ. സോ ഇപ്പോൾ ഇത് വെച്ചിട്ട് 1 മണിക്കൂറായി, എടുക്കാൻ പോവാണേ. ഓഫ് ലൈറ്റ് ഇട്ടേര്, ചെറുതായിട്ട് ഇട്, 50 വല്ലതും ഇട്. ഇത് നമ്മുടെ സ്റ്റോക്കൊക്കെ ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല തൈമിന്റെ മണമാണ് മെയിനായിട്ട് വരുന്നത് അല്ലേ, ഒരു കുഴമ്പിന്റെ ഒക്കെ മണം. ഒരു കുഴമ്പ്, ഒരു നല്ല വെയിറ്റ് ഉണ്ടേ, നല്ല വെയിറ്റ് ഉണ്ടേ. സൂക്ഷിച്ച് ആഫ്റ്റർ 1 hour ആയില്ലേ നമ്മുടെ ഈ സാധനം. ഇതിന് ബ്രോത്ത് എന്നാ കണ്ടല്ലേ പറയുന്നത്. ഇതിന് ഈ ബ്രോത്തിൻ്റെ പുറത്തോട്ട് ഒഴിക്കുക, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഈ സാധനം ഭയങ്കര ഡ്രൈ ആണ്, അതുകൊണ്ട് നമ്മളിതിനകത്ത് കുറച്ച് ജ്യൂസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഈ സാധനം എടുത്തിട്ട് ഒഴിക്കണം. ഇതിൻ്റെ മെയിൻ പരിപാടി ലാസ്റ്റത്തെ ഒരു അരമണിക്കൂറിലാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നത് മെയിനായിട്ട്. നെയ്യ് ഇറങ്ങി കിടക്കുന്നു കേട്ടോ. ടർക്കി വെച്ചിട്ട് കുറച്ചധികം സമയമായി, ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ആണ്. നമ്മൾ അവസാനത്തെ സ്റ്റേജ് പരിപാടി നടക്കുവാണ്. ഇത് പോർക്ക്, സേജ് ആൻഡ് ഒണിയൻ സ്റ്റഫിംഗ് ബോൾസ്, പിന്നെ ഇത് ക്യാരറ്റ് ഉണ്ട്, പിന്നെ സ്പ്രൗട്ട്സ് ഉണ്ട്, പിന്നെ നമുക്ക് പയറുണ്ട്, പിന്നെ റോസ്റ്റ് പൊട്ടറ്റോ ഉണ്ട്, അത് ചെയ്യാനുണ്ട്, പിന്നെ യോർക്ക്ഷയർ പുഡിംഗ് ഉണ്ട്, പിന്നെ പിഗ് ഇൻ ബ്ലാങ്കറ്റ് ഉണ്ട്. സോ ഇങ്ങനെ കുറേ അധികം സാധനങ്ങളുണ്ട്. നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാകേണ്ടതും ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് ഫ്രോസൺ ആയിട്ടുള്ളതും അല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ചൂടാക്കിയിട്ട് ലാസ്റ്റ് ഇതൊരു സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും ഡീറ്റെയിലായിട്ട് കാണിക്കാം കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് ഓടി കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. എടുക്ക് ഇറക്കി എടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. വരുന്നു നമ്മുടെ ടർക്കി. ഇതിനിപ്പോൾ ടർക്കി റെഡി ആയിട്ടുണ്ടെന്നാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതിനും വെക്കണം, ഒരു 30 to 45 minutes വെച്ചാൽ മാത്രമേ ഇത് പ്രോപ്പർലി കംപ്ലീറ്റ് ആകത്തുള്ളൂ. നമ്മൾ സാധനങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വേണം ഒന്ന് നീറ്റ് ആക്കിയിട്ട് ഐഡിയ ആക്കാൻ. അറിയണ്ടായിരുന്നു. നമ്മള് എന്താ പച്ചക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബ്ലാൻഡ്, നമ്മുടെ ബൂം പാൻ പറഞ്ഞ പോലെ ബ്ലാൻഡ് ആയിട്ടുള്ള നമ്മുടെ പയറാണ്. പയറല്ല, ബീൻസ് ആണ്. നമുക്ക് ഇതൊന്ന് ബട്ടർ ഇട്ടിട്ടുണ്ട്, ഇനി അതിനകത്ത് വെളുത്തുള്ളി ഇടുന്നു. എല്ലാം ബൂം ബാങ് ഇൻസ്പയർഡ് ആയിട്ടുള്ള പരിപാടികളാണ് നമ്മള്. ബൂം ബാങ് ഇത് നമുക്ക് ബ്ലാൻഡ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് മൂത്താ, ഒരുപാട് മൂക്കണ്ട. ബട്ടർ ഇട്ട് സാധനം ഇട്ട് നമ്മൾ ബ്ലാൻഡ് ചെയ്ത സാധനം കൊണ്ടുവിടെങ്കിൽ നോക്കണമെങ്കിൽ പച്ചക്കറിയൊക്കെ നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഓരോന്നോരോ അതിന്റെ ടൈമുകളിൽ നമുക്ക് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടർക്കി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രസൽ സ്പ്രൗട്ട്സ് ഉണ്ട്, സേജ് ഉണ്ട്, പിന്നെ യോർക്ക്ഷയർ പുഡിംഗ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ പിഗ് ഇൻ ബ്ലാങ്കറ്റ് ഉണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, പിന്നെ റോസ് പൊട്ടറ്റോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, പിന്നെ നമ്മുടെ ഗ്രേവി. ഇത് രണ്ടും കൂടെ കഴിഞ്ഞാൽ റോസ് പൊട്ടറ്റോ ഇവിടെ ഇരിപ്പുണ്ട്. റോസ് പൊട്ടറ്റോ എടുക്കുക, റോസ് പൊട്ടറ്റോ എടുക്കുക, ഇതുകൂടെ എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അതുകൂടാതെ നമ്മുടെ കയ്യിൽ നല്ല പ്ലം കേക്ക് ഉണ്ട്, വിശ്വാസിന്റെ അടിപൊളി പ്ലം കേക്ക് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഡിന്നർ. എല്ലാരും ക്ലാപ്പ് കൊടുക്കും. നമ്മുടെ ജോഷ ഉണ്ട് കേട്ടോ, നമ്മുടെ പുതിയ സോഫിയും ജോഷ എത്തിയിട്ടുണ്ട്. ഹായ് കറ,
ഹായ് പറ, ഹായ് പറ, ഹായ്. ജോഷേ ക്യാമറയുടെ മുന്നിൽ ഞങ്ങള് ക്യാമറയ്ക്ക് പുറത്തുള്ള കളിയാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇരിക്കാം, നമുക്ക് കഴിക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. എല്ലാരും ഇരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫീസ്റ്റ് രാജകീയ ഭോജനം സെറ്റ് ആക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്രയും വലിയ ഡൈനിങ് ടേബിൾ ആദ്യമായിട്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ടർക്കിയൊക്കെ നമ്മള് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? എടുത്തോ, അവിടുന്ന് ജെറി സെർവ് ചെയ്തോ? ഭയങ്കര ടഫായിട്ടുള്ള സർവിങ് അല്ലേ? നമുക്കിത് ശീലമില്ലാത്ത പരിപാടിയാ. ഓക്കെ, ഞാൻ സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് പ്ലേറ്റ് കാണിക്കാം കേട്ടോ. ഗ്രേവി ഒഴിച്ചിട്ടാണ് നമ്മുടെ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ചൂട് ഗ്രേവിയാണ്. ഗ്രേവി എങ്ങനെയുണ്ട്? ടേസ്റ്റ് കൊള്ളാമോ? ഹാൻഡ് മെയ്ഡ് ആണ്. എല്ലാവരും ഹാൻഡ് മെയ്ഡ് ആയിരിക്കും. നമ്മൾ ഗ്രേവി ഒഴിച്ചിട്ട് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷ് സ്റ്റൈലിൽ നമ്മൾ ഇങ്ങനെ 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 കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഗ്രേവിക്ക് അത് നോക്കി നമ്മൾ കൈ കൊണ്ട് കഴിക്കാറ്, ഇങ്ങനെ കഴിക്കാം. ഓക്കെ, എല്ലാവരോടും അഭിപ്രായം ചോദിക്കുന്നത്. സോഫി ചെറി ജോഷു എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ജോഷു ചിരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫുഡ് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരോടും നമുക്ക് പെട്ടെന്ന് തന്നെ റിവ്യൂ ചെയ്യാം. കഴിച്ചോണ്ടിരിക്കുന്ന ആളുകൾ പറയൂ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അത് ലാസ്റ്റ് കഴിച്ചു തീരുമ്പോഴത്തേക്കുള്ള റിവ്യൂ ആദ്യം തുടങ്ങുന്ന പോലെ അല്ലല്ലോ. എങ്ങനെയുണ്ട്? ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ ഗ്രേവി, ഒരു രക്ഷയില്ലാത്ത ഗ്രേവി. എന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലേ? അപ്പൊ അങ്ങനെ കൊള്ളാവോ? ജ്യൂസി ആയിരുന്നോ? കറക്റ്റ് വേവ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റ് വേവ്. നമ്മളും ബിരിയാണിയും കപ്പയും മീനും ഒക്കെ കഴിക്കുന്നിടത്ത് നമുക്കും പറ്റുമല്ലേ ഉണ്ടാക്കാനൊക്കെ? കഴിക്കാനല്ല, ഉണ്ടാക്കാൻ. എന്നും കഴിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാ ഞാൻ. അപ്പൊ അങ്ങനെ ഗൈസ്, ഇനി നമുക്ക് ലാസ്റ്റ് കേക്ക് കൂടെ ഉണ്ട്. കേക്ക് കൂടെ കഴിച്ചിട്ട് നമുക്ക് നിർത്താം. അപ്പൊ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസേർട്ടിലാണ് നമ്മൾ തീർക്കുന്നത്. വിശ്വാസിന്റെ റിച്ച് പ്ലം കേക്ക് ആണ് നമ്മൾ കഴിക്കുന്നത്. റിച്ച് ലൈഫ് ആയിക്കോട്ടെ നിർത്തിട്ട്. അപ്പൊ ഇത് നമ്മുടെ അനൂപ് മൃദു പറഞ്ഞ കൂട്ട് നമ്മൾ ക്രീം ഒഴിച്ചാണ് കഴിച്ചു നോക്കുന്നത്. അനൂപ് മൃദു പ്രത്യേകം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രീം ഒഴിച്ച് കഴിക്കണം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പ്ലം കേക്ക് നമ്മൾ ക്രീം ഒഴിച്ചാണ് കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫൈനൽ ഡെസേർട്ട്. ഓക്കെ, ഹാപ്പി ഡേയ്സ്. എല്ലാവരും കൂടി വാങ്ങാം. ഞങ്ങളുടെ അടിപൊളി ക്രിസ്മസ് ഡിന്നറും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പാക്ക് ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു, കഴുകുന്നു, പറക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പോകണം. അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയാണോ? അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? അയ്യോ, അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ എല്ലാവരും പങ്കെടുത്തതിൽ സന്തോഷം. അപ്പൊ ഇനിയൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ ഗൈസ്.